ട്രേഡേഴ്സ് വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ ഇന്ന് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴേക്കായിരുന്നു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ട്രേഡുകൾ എങ്ങനെയാണെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സത്യത്തിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് 2 ക്യാൻഡിൽ കഴിഞ്ഞൊരു സൈഡ് വേസ് മാർക്കറ്റ്, ഒരു സൈഡ് വേസ് എന്ന് പറയാൻ പറ്റില്ല, 23,620 എന്ന് 23,700 എന്ന് പറഞ്ഞാൽ 80 പോയിന്റിൻ്റെ അടുത്ത് നിഫ്റ്റി മൂവ് ചെയ്യുന്ന തരത്തിലാണ് ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്ത് വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഫാള് നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ മാർക്കറ്റിൽ നിന്നും അതിനുശേഷം ഇത്ര ചെറിയ ക്യാൻഡിന് ശേഷം ഇത്ര വലിയൊരു ഫാളിങ് ക്യാൻഡിൽ അല്ലെങ്കിൽ വലിയൊരു ക്യാൻഡിൽ വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തല്ല. അതിനുശേഷം ആ ഒരു ക്യാൻഡിൽ വന്നു കണ്ടിന്യൂഷൻ കിട്ടുകയാണ് ചെയ്തത്. ഒരിക്കലും അത് റീടെസ്റ്റ് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിച്ച മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നല്ലേ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ താഴെ വന്ന് ഈ കൺസോളിഡേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാക്സ് കോൾ സൈഡ് എടുത്തത്. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് റീടെസ്റ്റ് കുറച്ച് മുമ്പാണ് നമ്മൾ എടുത്ത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത മെത്തേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ഫാളാണ് വന്നത്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സൈഡ് വൈസ് ആയിരുന്നു. പ്രീമിയം ഡി കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഡി കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്ത്, ആ ഒരു മൊമെൻറ്റത്തിന് ശേഷം 12 മണിക്ക് കറക്റ്റ് 12 മണിക്ക് നോക്കിയാൽ മതി, 12:30 യൂറോപ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ എടുത്തൊരു കണ്ടിന്യൂസ് റാലി, അതൊരു വി ഷേപ്പ് റിക്കവറി എന്ന് പറയുന്ന രീതിയിലായിരുന്നു മാർക്കറ്റ് എന്ത് ചെയ്തത് ഇന്നത്തെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് ട്രേഡ് കോൾ സൈഡൊക്കെ എടുത്ത ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട്. പുട്ട് സൈഡൊക്കെ ഈ ഒരു ഫാളിലും അതേപോലെ ഈ ഫാളും കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ലോസ് തന്നെ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇനി നാളെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ലെവല് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന ലെവലാണ് ഇപ്പോൾ മാർക്കറ്റ് ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഫോളോ ത്രൂ കിട്ടും അല്ലെങ്കിൽ ഈ ഇതിൻ്റെ മേലേക്ക് കയറി പോകാമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ 2 രീതിയിലല്ല മാർക്കറ്റ് എന്ത് ചെയ്തു, ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് താഴെ വരുന്ന രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. അപ്പോൾ എന്തായാലും സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ഇതേപോലെയാണ് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മാർക്കറ്റ് ഇവിടെയും മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. അതേ ലെവൽ തന്നെയാണ് മാർക്കറ്റ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്ത് വേണം, ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ നല്ലൊരു ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പ്രീമിയത്തിൽ ഭയങ്കര മൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയാം. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് തുടങ്ങാം. മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് തുടങ്ങാം. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ 500 എന്നുള്ള ലെവലിന് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ മതി. ഇതിൻ്റെ ഇടയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റിൽ അൺസർട്ടനിറ്റി നിൽക്കുന്ന എത്രയും നേരം മാർക്കറ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രേഡ് തരില്ല. പ്രത്യേകിച്ചും ബയേഴ്സിന് സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ളതായിരിക്കും ഈ ഒരു ഏരിയയിലെ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ സെല്ലറാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കോൾ സൈഡ് സെല്ല് ചെയ്യും, ഈ ഒരു ഏരിയയിൽ പുട്ട് സൈഡ് പിന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. ഏത് സൈഡിലേക്കാണോ വരുന്നത് ആ ഒരു സൈഡ് എന്ത് ചെയ്യും, താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെഗ് ഇറക്കി വെച്ചിട്ട് ഈ ഒരു ലെഗ് ടൈറ്റായി നിർത്തുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അത് നമ്മളൊരു തൊട്ടടുത്ത് ഒരു ബൈ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ബൈ മേടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ കൂടുതൽ ലോസൊക്കെ പോവാതെ നിർത്തുന്നുള്ളതാണ് ചെയ്യുക. അതിനായിരിക്കും ഒട്ടുമിക്ക എല്ലാ സെല്ലേഴ്സും ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് ലെവലിൽ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അത് എന്ത് ചെയ്യേണ്ട, താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട. ഇതിൻ്റെ മുകളിൽ ഇപ്പം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇതാണ് നമ്മൾ നിഫ്റ്റിയിൽ നാളെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ ഇന്ന് നോക്കിയാൽ മതി, പാള് വന്ന സമയത്തൊക്കെ 1.something% നിഫ്റ്റി ബാങ്കാണ് പാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി അത്ര സ്ട്രെങ്ത്തിലല്ല താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടുന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ആ ഒരു 2-3 ക്യാൻഡിൽ ഒഴികെ ബാക്കി മുഴുവൻ നിഫ്റ്റി ബാങ്ക് നല്ല ഒരു പാളായിരുന്നു തന്നത് അല്ലേ, നല്ല ഒരു പാള് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ സോണ് ബ്രേക്ക് ചെയ്ത സമയത്ത് നല്ല പാള് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ഇവിടുന്നാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാലാണ് അടുത്ത സപ്പോർട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സപ്പോർട്ടിലെത്തി മാർക്കറ്റ് ഫോം ചെയ്ത ക്യാൻഡിൽസൊക്കെ ചെറിയ ക്യാൻഡിൽസ് ആയിരുന്നു. അപ്പോൾ തന്നെ മാർക്കറ്റ് തിരിയാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്ന് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ തിരിയാനുള്ള സാധ്യത കാണിച്ചിട്ടുണ്ടായില്ല. ഒരു സപ്പോർട്ട് എത്താത്തൊരു ഭാഗത്ത് തന്നെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഷാർപ്പായി റിക്കവറി നടത്തി എന്നുള്ളതാണ്. 49,400 മുതൽ
അതേപോലെ 49,980 500 പോയിന്റിന്റെ റിക്കവറിയാണ് ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നടത്തിയത്. ഏകദേശം 1.6%, 1.5% എന്തോ താഴെ വന്ന മാർക്കറ്റാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് 1.74% മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം മേജർ 1% അടുത്ത് മാർക്കറ്റ് റിക്കവറി നടത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡൗൺഫാളുകൾ വരികയാണെങ്കിൽ അത് പിടിക്കാനുള്ള ഒരു പ്ലാനിലിരിക്കാം. മാർക്കറ്റ് ഈ ലെവലിൻ്റെ താഴെ വരികയാണെങ്കിൽ വീണ്ടും സെല്ലിങ് വരുമെന്നുള്ള കണക്കുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റി ബാങ്കിലിരിക്കാം. നിഫ്റ്റി ബാങ്കിൽ നമ്മൾ പിന്നെ ട്രേഡുകൾ മേലേക്കുള്ള ട്രേഡുകൾ നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ട്രേഡ് പ്ലാൻ വലിയ ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളും ട്രേഡ് പ്ലാൻ ചെയ്യും. ഈ ഒരു ഏരിയയ്ക്ക് മുകളിലും 50,400 മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങും, മേലേക്കുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്ത് തുടങ്ങും. അതുവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സോൺ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കോൾ സൈഡിക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. കോൾ സൈഡിക്ക് നമ്മൾ ഇനി വലിയ ഗ്യാപ്പ് അപ്പിലും മാർക്കറ്റ് നാളെ വലിയ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത് നടക്കില്ല. ഒരു 100-500 പോയിൻ്റൊക്കെ മേലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ചെറിയ മൂവ്മെൻറ്റുകൾ, ഇപ്പം നാളെ മാർക്കറ്റ് ഇവിടുന്ന് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എത്തിയ മാർക്കറ്റ് ചെയ്യും റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഏറ്റവും പിന്നെ എന്ത് ചെയ്യണില്ല, ഇങ്ങനത്തെ ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡ് വന്നാലും വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്ത് മേലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. സപ്പോർട്ട് എടുക്കാതെ ഡൗൺ സൈഡ് കണ്ടിന്യൂസ് ഫാൾ തീരുകയാണെങ്കിൽ അവിടെ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് നാളെ നമ്മൾ നിഫ്റ്റി ബാങ്കിലെയും നിഫ്റ്റി 50ലെയും ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ട്രേഡ് വരികയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ പിന്നെ ഉദ്ദേശിച്ച രീതിയിൽ രാവിലെ തന്നെ മാർക്കറ്റ് കിട്ടിക്കോണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, വന്ന SL ആണെങ്കിൽ SL കൊടുത്തിട്ട് വേഗം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ പിന്നെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം മാത്രം ചെയ്യാം ട്രേഡുകൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു SL വെക്കാനുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾക്ക് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ മാർക്കറ്റ് നാളെ എന്ത് ചെയ്യാം, വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ മേലേക്ക് തന്നെ പോവാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിക്കോണമെന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ട്രേഡുകൾ ചെയ്യേണ്ട. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റത്തെ ക്യാൻഡലിനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ മേലെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് അതിൽ പുൾ ബാക്ക് തന്നിട്ട് മാറിയിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അതല്ലാത്ത കേസിൽ എന്ത് ചെയ്യേണ്ട, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബുള്ളിഷ് ആണ് എന്നുകൊണ്ട് മാർക്കറ്റ് മേലേക്ക് പോയിക്കോണം എന്നൊന്നുമില്ല. ചിലപ്പം മാർക്കറ്റ് ചെയ്യും ഒരു ട്രാപ്പിലാക്കുന്ന രീതിയിൽ പോയിട്ട് തിരിച്ച് താഴത്തേക്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് നമുക്കൊരു ക്ലിയർ വ്യൂ കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അതല്ലെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നാളെ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.